കണ്ട എന്തോ വലിയ ഉദ്യോഗത്തിന് പോയിട്ട് വരുന്നാന്ന് തോന്നുന്നു. ആർക്കും ഒരു ഉപയോഗമില്ലാത്ത കാര്യത്തിന് രാവിലെ തന്നെ ഇറങ്ങിക്കോളും. അമ്മയെ പോയി. അമ്മേ, അമ്മ എന്തിനാ എന്നെ ബ്യൂട്ടീഷ്യൻ കോഴ്സിന് ചേർത്തേ? അത് നീ എന്തെങ്കിലും ഒരു തൊഴിൽ പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതിപ്പോ തെറ്റായി പോയോ? അമ്മ എന്നെ പ്രാപ്തിയാക്കാൻ മനസ്സിൽ വിചാരിച്ച പോരെ, അതിനുള്ള സാഹചര്യം കൂടി എനിക്ക് ഉണ്ടാക്കി തരണം. എനിക്ക് എന്റെ മോളെയും കൊണ്ട് ക്ലാസ്സിന് പോകാൻ പറ്റില്ലെന്ന് അറിഞ്ഞൂടെ? ഓ, അപ്പൊ മറ്റവൾ ഇന്നും ഊരുതണ്ടാൻ പോയല്ലേ? ഭാര്യയും ഭർത്താവും ഒരുമിച്ചാണോ ഇന്നും കെട്ടിയൊരുങ്ങി പോയേക്കുന്നേ? അവരുടെ കാര്യത്തിന് അവർക്ക് പോണ്ടേ അമ്മേ? ഒരു കാര്യമില്ലാതെ അമ്മ എന്തിനാ ദിവസം ഇങ്ങനെ ഇറങ്ങിപ്പോന്നേ? എടി, ഞാൻ പോകുന്നത് ഒരു കാര്യമില്ലാതെയാണെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? ഞാൻ പോകുന്നത് എന്റെ ആവശ്യത്തിനും എന്റെ കാര്യങ്ങൾക്കോ. മാറോടുന്ന്. അമ്മ ഈ വയസ്സുകാലത്ത് എന്ത് കാര്യത്തിന് എങ്ങോട്ടേ പോകുന്നേ? മക്കളെയും കൊച്ചുമക്കളെയും നോക്കി വീട്ടിലിരിക്കേണ്ട സമയത്ത് വല്ല അമ്പലത്തിന് പോകുന്ന മനസ്സിലാക്കാം. ഇതിപ്പോ ഈ വീടിന് ഗുണമുള്ള കാര്യത്തിനാണ് അമ്മ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. എടി, ഞാൻ പറഞ്ഞല്ലോ ഞാൻ പോകുന്നത് എന്റെ കാര്യത്തിനാണെന്ന്. അതെ, നിനക്ക് എവിടെങ്കിലും പോണെങ്കിൽ നിന്റെ കുഞ്ഞിനെ നിന്റെ കെട്ടിയോനെ ഏൽപ്പിക്കണം. അവന് മലമറിക്കുന്ന പണിയൊന്നുമില്ലല്ലോ. ട്രാവൽസിലെ കാര്യമൊക്കെ ഇപ്പൊ സത്യനാ നോക്കുന്നേ. അത്യാവശ്യമാണെങ്കിൽ ചാമ്മേട്ട മോളെ നോക്കി ഇവിടെ ഇരുന്നേനെ. ഇതിപ്പോ ഞങ്ങളുടെ മാത്രം കാര്യമായി പോയല്ലോ. പക്ഷെ അമ്മ പോകുമ്പോ പറഞ്ഞില്ലല്ലോ ഇത്ര താമസിച്ച് വരുമെന്ന്. ഇനി അമ്മയ്ക്ക് മോളെ നോക്കാൻ വയ്യെങ്കിൽ ഉറപ്പിച്ച് പറഞ്ഞേക്കണം പറ്റില്ല. ഞാൻ വേറെ എന്തെങ്കിലും വഴി നോക്കിക്കോളാം. അല്ലെങ്കിൽ ഈ കോഴ്സിന് ഞാനങ്ങ് പോകുന്നത് നിർത്തിക്കോളാം. നിക്കവിടെ. അയ്യോടാ, അങ്ങനെ ഇപ്പൊ ഫീസ് അടച്ചിട്ട് കോഴ്സിന് പോകാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഇവിടെ ഇല്ലെന്നുള്ള കാര്യം നിനക്ക് അറിയാമായിരുന്നില്ലേ? അപ്പൊ പിന്നെ അനുപമ പോകുമ്പോ നിനക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? അമ്മ തിരിച്ചു വന്നിട്ട് പോയാ മതി, നിനക്ക് കോഴ്സിന് പോകണമെന്ന്. പിന്നെ എനിക്ക് ബ്യൂട്ടീഷ്യൻ കോഴ്സിന് പോകാൻ വേണ്ടി മോനെ ഡോക്ടറെ കാണിക്കാൻ അപ്പോയിന്റ്മെന്റ് എടുത്തവര് അത് വേണ്ടെന്ന് വെച്ച് ഇവിടെ മോളെ നോക്കിയിരിക്കണം. മോനെ കാണിക്കാനോ? അല്ല, മോനെന്തു പറ്റി? വിച്ചൂട്ടന് ചെറിയ പനിയുണ്ട്. യാത്രയൊക്കെ കഴിഞ്ഞു വന്നല്ലേ. ഡോക്ടറെ കാണിച്ച് പെട്ടെന്ന് മാറ്റിയില്ലെങ്കിൽ പനി ശ്യാമ മോൾ കൂടി പകരില്ലേ. അതുകൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ പോട്ടെന്ന് ഞാനും വിചാരിച്ചു. അവര് ഏത് ഹോസ്പിറ്റലാ പോയത്? സാധാരണ എവിടെയാ പോകുന്നേ അവിടെ തന്നെയായിരിക്കും. അമ്മയ്ക്കിനി അതറിഞ്ഞിട്ട് എന്ത് കിട്ടാനാ? എന്റെ ഇന്നത്തെ ക്ലാസ് മുടങ്ങിയെന്ന് പറഞ്ഞ മതിയല്ലോ. ഈശ്വര, ഇനി അയാളെ കാണൂ. എടി, അവിടെ നിക്ക്. നീ വേണമെങ്കിൽ പൊയ്ക്കോ, ഞാൻ നോക്കിക്കോളാം. ഇനി പോയിട്ട് എന്തിനാ? അവിടെ ക്ലാസ് കഴിയാറായിട്ടുണ്ടാവും. ഇനിയുള്ള ദിവസങ്ങളെങ്കിലും അമ്മ എന്നെ ഒന്ന് സഹായിച്ചാ മതി. അതെ, അവര് സ്ഥിരം പോകുന്നത് സിറ്റി ഹോസ്പിറ്റലാണല്ലോ. ഈശ്വര, അവിടെ തന്നെയാണല്ലോ അയാളും കിടക്കുന്നത്. ഷോ, എന്റെ ദൈവമേ, ഇന്ദ്രൻ ഇനി അയാളെ എങ്ങനെ കാണൂ? ഏയ്, അതിന് സാധ്യതയില്ല. അയാൾ അതിന് റൂമിലല്ലേ ഉള്ളത്. ഇന്ദ്രനും അവളും കൊച്ചിനെ കാണിക്കാനല്ലേ പോയത്. അതിന് സാധ്യതയില്ല. ദൈവമേ, എന്തിപ്പോ ചെയ്യാ? മോനെ, അച്ഛൻ വന്നു. ഇന്ദ്രേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞ ഇന്ദ്രേട്ടൻ ദേഷ്യപ്പെടരുത്. ഞാൻ എന്തിനാ നിന്നോട് ദേഷ്യപ്പെടുന്നത്? ഈ കാര്യം പറ. അത് നമുക്ക് അയാളെ കൂടെ ഒന്ന് കണ്ടിട്ട് പോയാലോ? ഇന്ദ്രേട്ടൻ എന്തൊന്നും മിണ്ടാത്തെ? എന്തിനാണോ ആവശ്യമില്ലാത്തൊരു പ്രശ്നം? അല്ല, ഈ ഹോസ്പിറ്റലിൽ തന്നെ അയാളുള്ളത്. റൂം നമ്പർ ഞാൻ സിസ്റ്ററോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊന്നും വേണ്ടാനു, നമുക്ക് പോവാം. ഇന്ദ്രേട്ടാ, പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നമ്മൾ അയാളെ കണ്ടതുകൊണ്ട് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. അനു, ഒരാവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി നമ്മൾ എന്തിനാ നമ്മുടെ സമയം വെറുതെ കളയുന്നത്? ഇന്ദ്രേട്ടാ, അങ്ങനെയല്ല. ഞാൻ വിചാരിക്കുന്ന ആളാണ് അയാളെങ്കിൽ അയാളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാ.